ഫ്രണ്ട്സുമാരെ, ഇന്ന് ഞാൻ രണ്ട് കാര്യം പറയാനാണ് ഇന്ന് ഈ വീഡിയോസിൽ വന്നിരിക്കുന്നത്. ഒന്ന് ബോച്ചെ സാറിനെ പറ്റിയും ഒന്ന് എന്നെ പറ്റിയും. ഈ വീഡിയോസ് ഏകദേശം 10 മിനിറ്റ് ഉണ്ടാവും. നിങ്ങളിത് ഫുള്ള് കാണണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. എന്തിനാണ് ബോച്ചെ സാറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിലിട്ടിരിക്കുന്നത്? ഇപ്പോൾ 14 ദിവസത്തിന് റിമാൻഡിലാണ്. കാരണം ഒരു ചെറിയ ജോഗ്, ഒരു തമാശ, അത് പറഞ്ഞതിനാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിൽ ആക്കിക്കണത്. നമ്മളെ നാട്ടിൽ എത്ര കള്ളന്മാർ ചില ജാമ്യത്തിൽ ഇറങ്ങിയാണ്ട് അങ്ങോട്ടും വിലസി നടക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനെ പറ്റി പറഞ്ഞിട്ട് എനിക്കൊന്നും ഒരു കാര്യം കിട്ടിയിട്ടൊന്നുമല്ല. പക്ഷേ ഞാനൊരു കൂലിപ്പണി എടുക്കുന്ന ആളാണ്. കാരണം ഇദ്ദേഹം പറഞ്ഞാൽ കുറേ ആൾക്കാരെ സഹായിച്ചിരിക്കണ്, പാവപ്പെട്ട കുറേ ആൾക്കാരെ സഹായിച്ചിരിക്കണ്. ഒന്നും വേണ്ടപ്പോൾ സൗദി ജയിലിൽ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരെന്താ അറിയില്ല, 18 കൊല്ലമായി. അതിനു വേണ്ടി നട്ടുച്ചക്ക് റോട്ടിൽ കൂടി ബക്കറ്റും എടുത്തുകൊണ്ടാണ് ഇയാൾ പിരിച്ചാൻ ഇറങ്ങിക്കണത്. പിന്നെ അയാളെ ഭാഗ്യം തന്നെ അയാൾ പൈസയ്ക്ക് കൊടുത്തിക്കണ്. വേറെയും കുറേ ആൾക്കാർ സഹായിച്ചിട്ടില്ല എന്നല്ല. പക്ഷേ ഇങ്ങനത്തെ ഒരാളെ എന്തിനു വേണ്ടിയാണ് ജയിലിട്ടിക്കണത്? ഇപ്പോൾ അയാൾ ശരിയാണ് ചില ലേഡീസിനെ പറ്റിക്കാണ്ട് ചില തമാശയിലും അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ചർച്ച ചെയ്ത് കാണ്ട് അതൊക്കെ തീരുമാനമാക്കിയാണ്ട് അങ്ങനെ വിടേണ്ട കേസല്ലേ? എന്തിനു വേണ്ടിയാണ് അയാൾക്കെതിരെ എന്ന് വെച്ചാൽ കേസ് കൊടുത്തുകാണ്ട് അയാളെ ജാമ്യം കിട്ടാത്ത രീതിയിൽ ജയിലാക്കിക്കണത്? ഇതൊന്നും പടച്ചോന് പൊറുക്കൂല. അണി റോസ് മേഡം കേൾക്കാൻ വേണ്ടിയാണ്. ഇന്നാൾ യൂട്യൂബിൽ നിന്ന് ഒരു 10 വയസ്സായ ഒരു ആൺകുട്ടി, നിങ്ങൾ ആ ഉദ്ഘാടനം ഒക്കെ കണ്ടിട്ട്, നിങ്ങൾ ആ വേഷം കണ്ടിട്ട് ആ കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്, അജ്ജിയെ എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ 10 വയസ്സായ ഒരു ആൺകുട്ടിയാണ്. ഇതൊക്കെ തെളിവാണ്. ഇനി ഞാൻ നിങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ കേസ് കൊടുക്കാന്ന് വെച്ചാൽ കേസ് കൊടുത്തോളി. എന്ന് വെച്ചാൽ അതിൽ എനിക്കൊരു പേടിയൊന്നുമില്ല. കാരണം ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ ഈ ഇന്ത്യക്ക് വന്ന അന്ന് നമ്മുടെ സമൂഹത്തിൽ ലേഡീസിന്, സ്ത്രീകൾക്ക് അന്ന് മറക്കാൻ അവകാശമല്ല. അതിന് എതിരെ പോരാടിയ സമൂഹമാണ് നമ്മളെ കേരളത്തെ വെച്ചാൽ സ്ത്രീകൾ എന്നുവെച്ചാൽ മറക്കണം പറഞ്ഞുകൊണ്ട് പോരാടിയതാണ് നമ്മളെ കേരളത്തെ സ്ത്രീകൾ. എന്നിട്ട് ഇങ്ങനെ ഈ പഞ്ഞിക്കെട്ടിലെ ഡ്രസ്സും ഇട്ടുകാണ്ട് ഉദ്ഘാടനത്തിന് വന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി മേഡം വെച്ചാൽ ചിന്തിക്കണം. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ കൂലിപ്പണി എടുക്കുന്ന ആൾക്കാർക്ക് എന്നുവെച്ചാൽ വിവാഹം കഴിക്കാൻ ഇപ്പോൾ പെണ്ണിനെ കിട്ടില്ല. കാരണം ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ വീട്ടുകാർക്ക് എന്നുവെച്ചാൽ വെച്ചാൽ ഇപ്പോൾ പെണ്ണിൻ്റെ മാതാപിതാക്കൾക്ക് എല്ലാവരും പറയില്ല, ചില ആൾക്കാർക്ക് ഇപ്പോൾ സർക്കാർ ഉദ്യോഗമല്ലേ ചെറുപ്പക്കാരെ കിട്ടണം. നമ്മളെ ഈ ഇന്ത്യ രാജ്യത്ത്, നമ്മളെ കേരളത്തിൽ 100-ൽ 80% കൂലിപ്പണി എടുക്കുന്ന ആൾക്കാരാണ്. പിന്നെ എവിടെ കാര്യം ഈ സർക്കാർ ജോലി കിട്ടുക? പിന്നെ ഈ പാവപ്പെട്ട ഈ ചെറുപ്പക്കാർക്ക് എന്താ വെച്ചാൽ കല്യാണം കഴിച്ച് കണ്ട് ഓല ജീവിതം ഓല മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അപ്പോൾ അങ്ങനത്തെ ചെറുപ്പക്കാരൊക്കെയാണ് മേഡം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. അവിടെ എന്നുവെച്ചാൽ മേഡത്തിനെ കാണാൻ വേണ്ടി വരുന്നത്. അവർക്കുണ്ടാവില്ലേ എന്നുവെച്ചാൽ ഒരു ഇങ്ങനെയൊക്കെ ഡ്രസ്സിൽ നിങ്ങളൊക്കെ കാണുമ്പോൾ അവർക്കുണ്ടാവില്ലേ എന്നുവെച്ചാൽ കല്യാണം കഴിച്ചിട്ട് ഇതേമാതിരി വെച്ചാൽ കല്യാണമൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞാൽ, ഒന്ന് പറഞ്ഞാൽ വെച്ചാൽ സെക്സിൽ ബന്ധപ്പെടലാണ്, 2 പറഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. കാരണം ഒരാണും പെണ്ണും പറഞ്ഞാൽ ഒരു ഗാന്ധം ഇരുമ്പിൻ്റെയും മാതിരിയാണ് മനസ്സ്. എന്നുവെച്ചാൽ ഗാന്ധം ആണും ഇരുമ്പ് പെണ്ണുമാണ്, അതേമാതിരിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇതേമാതിരി ഡ്രസ്സിൽ ഈ കുറച്ച് ഇട്ട ഡ്രസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാർ ഇതൊക്കെ കാണുമല്ലേ? പിന്നെ ഞാൻ പറഞ്ഞില്ല 10 വയസ്സായ ആൺകുട്ടി എന്ന് വെച്ചാൽ ഈ ഫോണിൽ യൂട്യൂബിൽ കണ്ടിട്ട് അജ്ജി എന്ന് പറഞ്ഞു. ഇത് ഞാൻ വെറുതെ പറയല്ല. എന്നിട്ട് ചെറിയൊരു ജോഗ് പറഞ്ഞതിനാണ് ഈ ബോബി ചെമ്മണ്ണൂർ സാറിനെ ജയിലിൽ ആക്കിക്കണത്. അയാളെ എത്രയും പെട്ടെന്ന് എന്നുവെച്ചാൽ ആ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഇതിന് എല്ലാവരും ദൈവത്തിനോട്, പടച്ചവനോട്, അള്ളാഹിനോട് പ്രാർത്ഥിക്കൊണ്ടു. പണി അറിയാണ്ട് വീട്ടിലെത്തിക്കണ്. ഇനി എൻ്റെ കാര്യം പറഞ്ഞുതരാം. ഈ പണിസ്ഥലത്ത് ഒന്നായിട്ട് പറയുമ്പോൾ എന്താ പറയുക, അവിടെ ആൾക്കാർ ആ പെരക്കാർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാകാരം. അതുകൊണ്ടാണ് ഞാൻ ഇഞ്ച കാര്യങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പറയാൻ കാരണം. ഞാനിപ്പോൾ ഈ മേഖലയിൽ ഞാൻ പണിക്കിറങ്ങിയിട്ട്, ഈ നിർമ്മാണ മേഖലയിൽ ഇപ്പോൾ പണിക്കിറങ്ങിയിട്ട് 26-28 കൊല്ലമായിക്കണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ സിമെൻ്റ് അലർജി ഉണ്ട്. ഇവിടെ ഈ മഞ്ചേരി സത്യനാഥൻ ഡോക്ടറെ കുറേ കണ്ടിക്കണ്. അതിൻ്റെ ഓയിൽമെൻറ്റൊക്കെ തേച്ച് കണ്ട് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുകയാണ്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, മജീദെ നിങ്ങൾ ഈ സിമെൻറ്റ് പണി നിർത്തണം, എന്നാലും നിങ്ങൾ അലർജി മാറുകയായിരുന്നു. ഇതല്ലാതെ വേറെ മാർഗ്ഗമല്ലല്ലോ.
ഞാൻ നാളെ പിന്നെ ഇങ്ങനെ ആയിട്ട് ഞാൻ പിന്നെ എറണാകുളം ഭാഗത്തു കൂടി ഒരു ഹോട്ടലിൽ കൈപ്പണ്ടാരെ ആയിങ്ങാണ്ട് ഹോട്ടലിൽ പോയി ചോദിച്ചു. അപ്പോൾ ആ ഹോട്ടലിലത്തെ പിന്നെ ആളെന്താ പറയുക, ഞാൻ 3-4 ഹോട്ടലിൽ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇവിടെ 350-400 ഉറുപ്പികളും ഇവിടെ കൂലിയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ആ കൂലികൾ ഉണ്ടാകുമോ ചോദിച്ചു. ആയിരുന്നു. ഈ പണിക്ക് തന്നെ ഇവിടെ നേപ്പാളീസ് ഇഷ്ടംമാതിരി ഉണ്ട് കാരണം എന്നുവെച്ചാൽ 350-400 ഉറുപ്പിക കൂലി. അപ്പോൾ അവിടെ ആ പിന്നെ ഉച്ചക്ക് ഞാനവിടെ ചോറിന് വില വെച്ചു. ചോറിന് എത്ര അറിയോ? സാധാ ചോറിന് 100 ഉറുപ്പ്യ, 110 ഉറുപ്പ്യ ഇതൊക്കെയാണ്. എന്നുവെച്ചാൽ സാധനത്തിന് നമ്മൾ മേടിക്കുന്ന സാധനത്തിന് വില കൂടുതൽ, പണിക്കൂലി കമ്മി. അപ്പോൾ ആ റേറ്റിന് അവിടെ പണിയെടുത്തിട്ട് പിന്നെ നമ്മളെ വീട്ടിലത്തെ ചിലവ് പോകും. പക്ഷേ നമ്മളെ കടബാധ്യത നമുക്ക് വീട്ടാൻ കഴിയില്ല. അതിൽ ഞാൻ വരാറുങ്ങാണ്ട് ഞാൻ ഓലെ വെറുപ്പിക്കാതെ ഞാൻ അവിടെ നിന്ന് പോന്നു. ഇപ്പോൾ ഞാൻ ഇന്ന് പണിയെടുത്തപ്പോൾ എൻ്റെ മണ്ടിയിൽ പിന്നെ വന്നൊരു ചെറിയൊരു ബുദ്ധിയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പീടിയിൽ കൂടി കണ്ടാവുമല്ലോ, ഈ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടിയൊക്കെ പറഞ്ഞാണ്ട് പാക്കറ്റായിക്കാണ്ട് വലിയ കമ്പനീൻ്റെ ഉണ്ട്, ഓരോ വീട്ടിലത്തെ ഉണ്ട്. അപ്പോൾ അതേമാതിരി മല്ലി, മഞ്ഞൾ, മുളക് ഇത് മേടിച്ചിക്കാണ്ട് കഴുകിക്കാണ്ട് ഉണക്കിക്കാണ്ട് വേപ്പിൻ്റെ ഇട്ടുകാണ്ട് വറുത്തുകാണ്ട് അത് പിന്നെ പൊടിച്ചുകാണ്ട് അത് പാക്കറ്റാക്കിയാണ്ട് ഈ ചന്തയിൽ ഇപ്പോൾ ഇവിടെ തൂര്, പുന്നക്കാട്, അതേമാതിരി പിന്നെ വണ്ടൂർ ഇവിടെയൊക്കെ ചന്ത ഉണ്ട്. ഈ ചന്തയിൽ കൊണ്ടുപോയിക്കാണ്ട് ബുക്ക് വെച്ചാൽ പണിക്ക് പോകും. പണി കഴിഞ്ഞിട്ട് അങ്ങനെ കച്ചവടം ചെയ്യുക. അതേമാതിരി റോഡ് സൈഡിൽ ഇരിക്കുക പണിയില്ലാത്ത ദിവസം. കാരണം ഒറ്റയടിക്ക് എനിക്ക് ഈ പണി നിർത്താൻ കഴിയില്ല. പണി വെച്ചാൽ നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മല്ലി മഞ്ഞൾ ബുക്കിടുന്നത് പറഞ്ഞാൽ പെട്ടെന്ന് റീച്ച് കിട്ടൂല, പെട്ടെന്ന് ചിലവാകില്ല എന്നുവെച്ചാൽ. അപ്പോൾ അതങ്ങനെ യൂട്യൂബിലും പരസ്യമിട്ടുകാണ്ട് അങ്ങനെ പിന്നെ അടുത്ത ആഴ്ച തൊട്ടുകാണ്ട് ഞാൻ അങ്ങനെ ഒരു പരിപാടി കരുതിയിരിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുകൊണ്ടു. ആർക്കെങ്കിലും വെച്ചാൽ ഇതേമാതിരി പിന്നെ ഇപ്പോൾ നോമ്പ് കാലമൊക്കെ വരുന്നത് ഈ നല്ല മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടിയൊക്കെ വേണമെങ്കിൽ എൻ്റെ നമ്പർക്ക് വിളിച്ചാൽ മതി. എൻ്റെ നമ്പർ ഞാൻ ഇതിൽ ഹാഡ് ചെയ്യും. അപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് ഞാൻ അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുകൊണ്ടു. അതാണ് എൻ്റെ കാര്യം കൊണ്ട് പറയാണ്ടെന്ന് ഞാൻ ഇതിൽ പറയാൻ കാരണം. ഓക്കെ, അല്ല ഇനി വേറെ മാർഗ്ഗമല്ല. ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാൻ മറന്നു. ഒരുപാട് വെച്ചാൽ വീടിൻ്റെ പണി വെച്ചാൽ വീടിൻ്റെ തേപ്പ്, അതേമാതിരി കോൺട്രാക്ടർമാരെ വർക്ക് ചെറിയ റേറ്റ് എടുത്തുകൊണ്ട് പണിക്കാരൊക്കെ ഇപ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് പൈസ ഉണ്ടാവില്ല. എന്നുവെച്ചാൽ അവിടുന്ന് ഡെയിലി ഓരോ പണിക്കാർക്ക് 500 ഉറുപ്പിക കിട്ടും. ബാക്കി പണി കഴിഞ്ഞിട്ടുള്ളൂ തരാറ്, ആ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളൂ തരാറ്. അപ്പോൾ ആ പണി തരുന്ന കോൺട്രാക്ടർക്കും അതേമാതിരി ആ വീട്ടുകാർക്കും അറിയാം ഇതുമ്പോൾ ഓർക്ക് കൂലി വെക്കൂല. ഇതേമാതിരി ചില പള്ളിൻ്റെ പണി എടുത്തിട്ട് പണിക്കൂലി വെക്കാത്ത പള്ളിൻ്റെ പിന്നെ പണിയുണ്ട്. ഇത് തമാസ അറിയല്ല. എന്നുവെച്ചാൽ ഈ 500 ഉറുപ്പിക തരും, ബാക്കി ഓല് ലാസ്റ്റ് തരും, അതിൽ കൂലി വെക്കൂലെന്ന് പിന്നെ ഓൽക്കന്നെ അറിയാം. എന്നുവെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കണ പറഞ്ഞാൽ ഒരു വ്യക്തിനെ പണിക്ക് വിളിച്ച് കഴിഞ്ഞാൽ ആ പണി കയറുന്ന ടൈമിൽ ആ വേർപ്പ് വറ്റണ മുന്നേ പണിക്കൂലി കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതേമാതിരി ചില പള്ളിൻ്റെ പണിയും തന്നെ ലാസ്റ്റ് കൂലി വെക്കാത്ത പണി എടുത്തിക്കണ്. പിന്നെ ചില സംഘടന ഇതിൽ പോയിങ്ങാണ്ട് വെറുതെ അത് ഞാൻ അറിഞ്ഞങ്ങാണ്ട് ഞാൻ പാവപ്പെട്ട ആൾക്കാരെ ഞാൻ സഹായിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനത്തെ ആളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാട്ടിലത്തേത്. പിന്നെ പറഞ്ഞാൽ ചില കോൺട്രാക്ടർമാർ നല്ല റേറ്റിന് എടുത്തിട്ട് പിന്നെ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെയൊക്കെ വർക്ക് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് വന്ന ചില ബംഗാളിയാൾക്ക് എന്ന് വെച്ചാൽ ഇത് ഞാൻ വെറുതെ പറയില്ല, 50,000, 55,000, 60,000 ഉറുപ്പിക കൊടുക്കുകയാണ്. ആ ബംഗാളികൾ എന്താ ചെയ്യണത്, അവരെ നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊടുക്കുന്നാണ്ട് അവർക്ക് റൂം കൊടുക്കുക. പിന്നെ അവർക്ക് മാസ ശമ്പളം ആയിക്കാണ്ട് 12,000, 13,000 ഉറുപ്പിക ആയി കൊടുക്കുക. കാരണം അവരെ നാട്ടിൽ പറഞ്ഞാൽ 350-450 ഉറുപ്പിക കൂലിയാണ്. അവിടെ അരി പച്ചക്കറിക്ക് വില കമ്മിയാണ്. ഇത് ഞാൻ പറയുമ്പോൾ അത് കേട്ടുകാണ്ട് ചില ആൾക്കാർ പറയും മലയാളി മടിയന്മാരാണ്, അല്ലെങ്കിൽ ഇനി ഇവിടെ കൃഷി ഉണ്ടായിക്കാൻ എനിക്ക് പണിക്കൂലി വെക്കൂലെങ്കിൽ കൃഷി ഉണ്ടായിക്കളാം മജീദ് ഇറങ്ങാണ്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. ഞാൻ മമ്പറം ഞാൻ തിരൂരങ്ങാടിക്ക് പണിക്ക് പോയിരുന്നു. അതിൽ മമ്പറത്തേക്ക് ചെന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൻ്റെ സങ്കടം മമ്പറം തങ്ങൾ പിന്നെ എന്താ വെച്ചാൽ മമ്പറം തങ്ങൾ പിന്നെ സാക്ഷി നിർത്തിയാണ്ട് അങ്ങനെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതിന് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്താണ്ടും പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിക്കണ്, അല്ലാതെ കമൻ്റ് ഇട്ടിക്കണ്. അപ്പം ഇനി ഞാൻ ഒരു കൊല്ലം 1.5 കൊല്ലം കൂടെ ഈ ഫീൽഡിൽ പണിയെടുത്തുകാണ്ട് അതിൻ്റെ അടിയിൽ ഈ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഈ പിന്നെ വറുത്ത് ഇടിച്ച് നല്ല വൃത്തിയിൽ
അങ്ങനെ കച്ചവടം ചെയ്യാനൊന്ന് നോക്കട്ടെ. കഴിച്ചിലായാൽ കഴിച്ചിലാവും. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥന എനിക്ക് വേണം. ഓക്കെ.